ഇഞ്ചിത്തൊട്ടി സസ്പെൻഷൻ ബ്രിഡ്ജിലേക്കുള്ള യാത്രയിലാണ്. നേര്യമംഗലത്ത് നിന്ന് മൂന്നാറേക്ക് പോകുന്ന വഴിക്ക് നേര്യമംഗലം പാലം കഴിഞ്ഞിട്ട് ഇഞ്ചിത്തൊട്ടി മഹാദേവ ടെമ്പിൾ എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിലേക്ക് പോകുന്ന വഴിക്ക് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം കാടിൻ്റെ അകത്തൂടെ പോയാലാണ് ഇഞ്ചിത്തൊട്ടി തൂക്കുപാലത്തിലേക്ക് നമ്മൾ എത്തുക. നമ്മൾ ഈ മാമലക്കണ്ടത്തൊക്കെ പോകുന്ന വഴി പോലത്തെ ഒരു വഴിയാണ്, പക്ഷേ കുറച്ചും കൂടി ബെറ്റർ വഴിയാണ്. മാമലക്കണ്ടം റോഡ് വളരെ ലീനുമാണ്, പിന്നെ റോഡൊക്കെ ഇത്രയും മോശമാണ്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റോഡാണ്. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു പേടി തോന്നുന്നുണ്ട്, കാരണം രണ്ട് സൈഡിലും കാടാണ്, പിന്നെ കുറച്ച് ഭാഗങ്ങളിലൊക്കെ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ഒറ്റപ്പെടലും ഒരു ഏകാന്തതയും ഫീൽ ചെയ്യും. പിന്നെ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. ഇലക്ട്രിക് ഫെൻസിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പല സ്ഥലങ്ങളിൽ ആനപ്പെണ്ണങ്ങളൊക്കെ റോഡിൽ കാണാം. രാത്രി കാലങ്ങളിലൊക്കെ ആനയുടെ ശല്യം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര നേരെ ഇഞ്ചിത്തൊട്ടി സസ്പെൻഷൻ ബ്രിഡ്ജിലേക്കാണ്. പിന്നെ ഇത് വേനൽക്കാലം കൊണ്ട് തന്നെ നല്ല ചൂട് സിറ്റുവേഷനായിരുന്നു. മൊത്തത്തിൽ കരിഞ്ഞുണങ്ങിയിരിക്കുന്നൊരു കാലാവസ്ഥയാണ്. മഴക്കാലത്ത് വരുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്നാണ് എൻ്റെ ഒരു സജഷൻ. അങ്ങനെ ഏകദേശം 8 കിലോമീറ്റർ കാറിൻ്റെ അകത്തൂടെ പോയിട്ട് ഇഞ്ചിത്തൊട്ടി പാലത്തിനടുത്തെത്തി. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു തൂക്കുപാലമാണ്. ഇവിടെ കുറേ അപകട സാധ്യതകളെ പറ്റിയുള്ള വാർണിംഗ് ബോർഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പാലം വളരെ വീതി കുറഞ്ഞൊരു പാലമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ചില കൈവരികളൊക്കെ പൊട്ടിയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. സൂക്ഷിച്ച് കണ്ടൊക്കെ പോയാൽ നന്ന്. പിന്നെ അത്യാവശ്യം നല്ല വെള്ളമുള്ള പുഴയാണ്. ഏകദേശം ഇതിൻ്റെ പകുതിയൊക്കെ നടക്കുമ്പോൾ നമുക്ക് വെള്ളം കാണുമ്പോൾ തന്നെ ഒന്ന് പേടി വരും. പക്ഷെ നല്ല വ്യൂ ആട്ടെ ഇതിൻ്റെ മുകളിൽ നിന്ന് ഏകദേശം നടുക്കെത്തി 2 സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ്. ഫോറസ്റ്റിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആളുകൾക്ക് ഭയങ്കര രസമായിട്ട് തോന്നും. സ്വതവേ ഇവിടെയൊക്കെ ആൾ വളരെ കുറവാണ്. ഈ ഒരു സീസണിൻ്റെ പ്രശ്നമാണോ അറിയില്ല, വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ഇവിടെ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്തായാലും ഇവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ പകർത്തി വെച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ തിരിച്ച് മടങ്ങി. അപ്പോൾ ഇനിയൊരു മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ്.